പക്ഷേ ആ മണ്ടൻ പാത്മോസ് ദ്വീപിൽ യോഹന എന്ന് പറഞ്ഞ മണ്ടൻ എന്ന് തന്നെ പറഞ്ഞ പാത്മോസ് ദ്വീപിൽ ആരില്ലാത്ത കൊടുങ്കാറ്റ് ഐലൻഡിൽ എഴുതി വെച്ചത് ഇങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി വരുന്നുണ്ട് അധികം അറിയാണ്ട് ഈ വ്യാളി വരുന്നതും അതിനെക്കുറിച്ചൊക്കെ കൃത്രിമമായ എന്തൊക്കെയോ എഴുതി വെച്ചൊക്കെയാണ്. അത് വിഡിത്തവും വിവരമില്ലായ്മയും വ്യത്യാസം കാണിക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ജീവനില്ലാത്ത ചത്തുപോയൊരു അനശ്വരമായ സ്ത്രീകളെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെ ആരാധിക്കണ വ്യത്യാസമേ കാണിക്കണം അതിൽ പറഞ്ഞാണ്. അത് ശരി. കള്ളനെ പോലെ വരും തന്നെ പറയണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കള്ളനെ പോലെ തന്നെ വരും. കള്ളൻ പറയില്ലേ, നിങ്ങളൊക്കെ ഉണർന്നിരുന്നോളോ, ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ നിക്ഷേപമൊക്കെ വേർതിരിച്ച് ഞാൻ വരുന്നുണ്ട്, നിങ്ങളൊക്കെ ഉണർന്നിരുന്നോളോ, നിങ്ങളുടെ മുന്നിൽ ഞാനെല്ലാം നിക്ഷേപം വേർതിരിക്കാമെന്ന് പറയുമോ? ഇല്ല. കള്ളൻ ഇനി വരെ ആരും അറിയാണ്ട് വരും, നേരത്തെ തന്നെ വരും. എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ ഉറങ്ങി കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും ഈ വിഡിത്തത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിവരമില്ലായ്മയിൽ അറിവില്ലായ്മയിൽ സ്വന്തം തന്തയുടെ നല്ല റിട്ടയർഡ് ടീച്ചർ അതുപോലെ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് ധൈര്യമില്ലാണ്ട് ജീവിക്കൽ അറിവില്ലായ്മ അത് തന്നെ തുടരാണ്. അങ്ങനെ ഫിസിക്കലി ആവേണ്ട കാര്യമില്ല, തന്നെ ജീവിക്കാനല്ല ശോഷിച്ചാവസ്ഥയിൽ ഒരു പറഞ്ഞ് സ്വയം അധിക്ഷേപിച്ച് സ്വന്തം ശോഷിച്ചാവസ്ഥ പുറത്തൊരു വിലയുള്ളവരുടെ മുന്നിൽ കാണിച്ച് അപ്പോൾ കള്ളൻ വരുന്നത് ഉറങ്ങി കിടക്കണ വരുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ മോളിൽ കൂടെ ആകാശത്തോടെ വരുന്ന കാര്യം പറഞ്ഞാണ്. സ്വർഗവും നരകമൊക്കെ ഭൂമിയിലാണെന്ന് പറയുന്നതും ശരി തന്നെയാണ്. അപ്പോൾ എന്താ പറയണത് അതിൽ പറയണേ? നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ, അതിൽ വെഡിത്തത്തിൽ ഉറങ്ങി കിടക്കുമ്പോൾ, അല്ലാണ്ട് സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണ കാര്യമല്ല പറയണേ. അപ്പോൾ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിക്ഷേപം എന്ന് പറയണേ. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ഒരു കുന്തം ഞാൻ അവിടെ കൊണ്ടുവരണുള്ളത്, മെറ്റീരിയലിസ്റ്റിക് നശ്വരമായ ഒന്നും ഞാൻ അവിടെ കൊണ്ടുവരണുള്ളത്. ആത്മാവിൻ്റെ വിവേചനം, അതൊക്കെ വിഡിത്തവും വിവരമില്ലായ്മയുടെ വ്യത്യാസം. അതാണ് നിങ്ങൾ വിഡിത്തത്തിൽ ഉറങ്ങിയെടുക്കുമ്പോൾ കള്ളം വരണമെന്ന് പറയണേ. ആരും അറിയിച്ചു നിങ്ങൾക്ക് ഉണർന്നിരുന്ന ആരും വരുന്നത് അറിയില്ല. അതുകൊണ്ട് അത് പറയുന്നുണ്ട്, ആരും വെഡ്ഡികൾ ആരായാലും ആൾക്കാരുടെ കൂടെ വിഡിത്തമില്ല എന്ന് പറയും, ആൾക്കാരുടെ ഇതില്ല എന്നല്ല. അപ്പോൾ വെഡിത്തം കാണിച്ച് കുടിച്ച് നടന്ന് ലക്ക് കെട്ട് വിവരമില്ലായ്മയിൽ ഓരോന്ന് വെഡിത്തം പറഞ്ഞ് വെഡിത്തത്തെ കൈയടിക്കുന്നതല്ല സോഷ്യൽ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം പൂർണ്ണ അറിവോടെ സംസാരിക്കുക, ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ നോക്കുക. വെഡിത്തത്തിന് മെറ്റീരിയലിസ്റ്റ് കാശിന് വേണ്ടിയല്ല. അപ്പോൾ അതൊക്കെ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തുറന്ന പൂർണ്ണ അറിവോടെയുള്ള കാര്യങ്ങൾ വരണം. പിന്നെ അങ്ങനെ എൻ്റെ വരണ പോലെ ദൃഢമായി ചൊടിയായി സമയത്തിന് അകത്ത് സംസാരിക്കണ പോലെയല്ല പുറത്ത് പറയും. പുറത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല, പുറത്ത് സംസാരിക്കണ പോലെ തന്നെയാണ് അതൊന്നും പറഞ്ഞു. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഏതാണെങ്കിലും ഫ്ലുവൻ്റ് സംസാരിക്കണ പോലെയല്ല മാർക്ക് കിട്ടുന്നത്. അപ്പോൾ കള്ളൻ്റെ കാര്യം എന്താ പറഞ്ഞത്? അപ്പോൾ വിവേചിച്ച് അറിയാൻ, ആത്മാവിൻ്റെ വിവേചിച്ച് അറിയൽ നിങ്ങൾ വിഡിത്തത്തിൽ ഉറങ്ങി കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ എത്ര വിഡിത്തം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും പറഞ്ഞാൽ അത് വിഡിത്ത് മാറാൻ തയ്യാറല്ല. ആ ധൈര്യമില്ലായ്മ സ്വന്തം തന്തയുടെ നല്ല റിട്ടയർഡ് ടീച്ചർ അതുപോലെ അനുകരിച്ച്, റിട്ടയർഡ് ടീച്ചർ എന്ന് പറയുന്നത് അറിവില്ലായ്മ, അതിനെ അനുകരിച്ച് ഇല്ലാണ്ടാവാണ്. ചാവുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് വലിയ പ്രകാശം ഉണ്ടാകും, പൂക്കളിട്ട് വല്ല കാര്യമുണ്ട്. ഈ ജീവനില്ലാത്തത് പറഞ്ഞ് ജീവനില്ലാത്തത് ആരാധിച്ച് വിലയില്ലാണ്ട് പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞു, പാതിരി മധ്യസ്ഥനുള്ളത് പറയും. കുറേ ജീവനില്ലാത്തതിനെ കാര്യമുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ പ്രാർത്ഥിക്കേണ്ടത്. തമ്മിൽ അറിവുള്ള വചനങ്ങളും സെൻറ്റൻസുകളും വാക്യങ്ങളും പറഞ്ഞ് അറിവുള്ള സ്നേഹിക്കൽ കളങ്കല്ലാണ്ട് തമ്മിൽ പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ സ്ട്രെങ്ത് അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ ഒരു ഗൗൺ ഇട്ടിട്ട് ഒരു ആദിവാസി സ്ത്രീ നിങ്ങളെ റോങ് സെലക്ഷനിൽ വിഗ്രഹമാക്കിയെന്ന് വിചാരിച്ചു. ആ ഗൗണിട്ട് സ്ത്രീനെ അല്ലെങ്കിൽ വല്ല മീൻകാരി പെണ്ണുണ്ടോ അവിടെ വരെ കടൽക്കാരെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കളിമുണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. കള്ളിമുണ്ടിട്ടിട്ട് അല്ലെങ്കിൽ ബ്രേസിയറും പാവാടിയും ബ്ലൗസ് ഇട്ടിട്ടാണ് തോർത്തുകൊണ്ട് തലയിൽ ചുറ്റിയിട്ടിട്ടാണ് ഒരു പ്രതിമയും ഉണ്ടാക്കിയിട്ട് അവർ മരിച്ചു പോയിട്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട്? നിങ്ങളോട് പ്രാർത്ഥിച്ച് നിങ്ങളോട് വല്ല കാര്യമുണ്ട്? നിങ്ങളെ പ്രതിമ ഉണ്ടാക്കി പ്രാർത്ഥിച്ചു വിചാരിച്ചു ജീവനില്ലാത്തത്. അല്ലെങ്കിൽ വല്ല ജീൻസും സ്കർട്ട് ഇട്ട് നോക്കണം, വല്ല പ്രതിമ ഉണ്ടാക്കിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ചന്ദനത്തിരി കത്തിച്ചു വല്ല കാര്യമുണ്ടാ? ജീവൻ ഉണ്ട് അതിന്. അതുപോലെ സ്ത്രീകളായാലും ആരായാലും ഹ്യൂമൻസ് ആയാലും മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. ജീവനുള്ള ദൈവം ഇതിനൊരായിട്ട് സാമ്യത ഇല്ല. അത് വെറും സൃഷ്ടിയാണ്. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമനും ഇല്ല, സ്ത്രീയും ഇല്ല, മൃഗവും ഇല്ല. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ഈ
ഉറങ്ങി കിടക്കുമ്പോൾ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ രാത്രി മോളിൽ നിന്ന് വരണ കാര്യമല്ല പറയാം. ഞങ്ങൾ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അതേപടി അനുകരിച്ചിട്ട് അതൊന്ന് മാറാണ്ട്, അത് തെറ്റാന്ന് മനസ്സിലാക്കി അത് മാറണം, സ്ട്രോങ് ആയിട്ട് നടക്കണം. പക്ഷേ ധൈര്യം ഇല്ലാണ്ട് അതേ ശോഷിച്ചാവസ്ഥ അനുകരിച്ച് വെഡിത്തം പറഞ്ഞ് സ്വന്തം ശോഷിച്ചാവസ്ഥ സ്വയം അധിക്ഷേപിച്ച് ശോഷിച്ച് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് പറയാം അനുകരിച്ചിട്ടില്ല തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അനുകരിച്ചിട്ടില്ല. അപ്പം എനിക്ക് പറയാം വെഡിത്താൻ എൻ്റെ മുഖത്തേക്ക് പറയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ വെഡിത്താൻ പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തമ്മിൽ യോജിപ്പോടെ തമ്മിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് സ്ട്രോങ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് വിശുദ്ധന്മാർ യേശുവയുടെ മുങ്ങി നിവർന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ശോഷിച്ച റോമൻ കാത്തലിക്സും ശോഷിച്ച ഹിന്ദു ശോഷിച്ച മുസ്ലിംസ് അല്ല. അപ്പോൾ അത് പറയാം. അതുപോലെ മറിയത്തിന് പട്ടുസാരിയോട് ഇത്രയും കമ്പാണോ? എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങൾക്ക് ഇവിടെ മറിയം വന്നു പോയിട്ട് 2000 വർഷം കഴിഞ്ഞിട്ട് ഇതൊരു വയസ്സായിട്ടില്ലേ? ആ മറിയം എന്നുള്ള പേരിൽ വീണ്ടും വന്നൊക്കെ 2000 വർഷം കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പഠിക്കുക. സ്വർഗം ആയിരിക്കും ഇവിടെയാണെന്ന് പറയുക, മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ ഞങ്ങൾക്ക്? അത് മനസ്സിലായി. മറിയം എന്ന് പറയുന്നത് പട്ടുസാരിയോട് കാഞ്ചീപുരം ചെന്നൈയിൽ വന്നിട്ട് ചെന്നൈയിലല്ലെങ്കിൽ കോയമ്പത്തൂർ തൃശ്ശൂരിനടുത്ത് അവിടെ വന്ന് സാരി ഹോൾസെയിലിന് എടുത്തിട്ട് മാറി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക അവിടെ സ്പേസിൽ നിന്നിട്ട്. നിങ്ങൾക്ക് നാണാവില്ല ഈ വിഡിത്തൊക്കെ വിശ്വസിക്കാനായിട്ട്. അത് പറയാം, കുറച്ചുകൂടി ദീർഘിച്ച് പറയാം. എന്നിട്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സാരി നല്ല നൂലുള്ള സ്വർണ്ണ സാരി അത് കിട്ടിട്ട് ഇന്ത്യൻ സാരിയൊക്കെ ഇട്ടിട്ട് ഇന്ത്യയിൽ വേളാങ്കണ്ണിയിൽ വെറുതെ അവിടെ സുനാമി വന്നത് സുഗോവ സുപ്പേരയ്ക്ക കന്യാകുമാരി. അപ്പോൾ എല്ലാ രീതിയിലും കറക്റ്റ് പേരിനനുസരിച്ച് വേർഡ്സ് അനുസരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ച് ദീർഘിച്ച് 2888 26 തൊട്ട് ഞാൻ പറയാം. 2888/2000 എന്ന് പറയണത് 12 വയസ്സൊക്കെ ആകുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ പട്ടുസാരി എടുത്ത് വരും. അപ്പം മുഖം കുറച്ച് ഉയരം കുറഞ്ഞിട്ടും ചന്ദ്രൻ്റെ മുകളിൽ നിന്നിട്ട് സ്പേസിൽ ഓക്സിജൻ മാസ്ക് ഒന്നും ഇല്ല. അന്ന് ഓക്സിജൻ മാസ്ക് ഒക്കെ വേണം മനുഷ്യർക്ക് ചെയ്യണത്. നമുക്ക് വിഡിത്തം എന്താണെന്ന് മനസ്സിലായി. പാതിരികൾ പറയണത് പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറയണ്ട, അതേപടി വിശ്വസിച്ച് തെറ്റും വിഡിത്തത്തിന് വ്യത്യാസം അറിയാണ്ട്. പിന്നെ കൂടെ ഒരു ഉണ്ണീനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ആകാശത്തിൽ ഇസ്രായേൽ അന്ന് ചെറിയ പിള്ളേരിടാൻ പോലത്തെ ഡ്രസ്സ്, അവർക്ക് ട്രൗസറും ഷർട്ടും ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. മറിയത്തിന് ഭയങ്കര കമ്പാണ് പട്ടുസാരികളോട്, പ്രത്യേകിച്ച് കോവൈ സിൽക്സിനോട്. അപ്പോൾ കോവൈ സിൽക്സിൻ്റെ പട്ടുസാരി സ്വർണ്ണസാരി ഇട്ടിട്ട് ഒരു ക്രൗണും ഇട്ടിട്ട് ഓക്സിജൻ മാസ്ക് വരെ വരച്ചിട്ടില്ലേ, മൂണിൻ്റെ മുകളിൽ സ്പേസിലിരിക്കുകയാണ്. അവിടെ ഓക്സിജൻ ഉണ്ടാ ഇല്ല. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ വിഡിത്തം എത്രത്തോളം ഉണ്ട്. മനുഷ്യരാണെങ്കിൽ മനുഷ്യരുടെ ഇത് കാണിക്കും. മനുഷ്യത്വം പെട്ടെന്ന് തെറ്റിപ്പോകും. എന്തുകൊണ്ട്? അവസാനം വരെ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ചില്ല, ജീവനുള്ള ദൈവം അവരുടെ ഇടയിലില്ല. അത് ഞാൻ പറഞ്ഞുണ്ട്. ഹ്യൂമാനിറ്റി വിൽ ഫെയിൽ അറ്റ് ലാസ്റ്റ് ഇഫ് ലിവിങ് ഗോഡ് ഈസ് നോട്ട് അമംഗ് ദ അറ്റ് ലാസ്റ്റ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞുണ്ട്, ഹൈലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഈ മറിയ എന്നെ കുറച്ച് സ്പെയിനിലോ പോർച്ചുഗൽ റഷ്യയിൽ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഫാത്തിമ എവിടെ അങ്ങനെ വരുമ്പോൾ ഡ്രസ്സ് മാറാണ്. ഇസ്രായേലിൻ്റെ ഡ്രസ്സാണ് ഇടണത്. അന്ന് 2000 വർഷം മുമ്പത്തെ ഇസ്രായേൽ ഡ്രസ്സ്. അവിടെയുള്ള ഗൗണും സാധാ പെറ്റിക്കോട്ടും അതൊന്നും നല്ല ഇടണം, ഉടുപ്പ് അതെല്ലാം ഇടണം. അപ്പോൾ മറിയത്തിന് റഷ്യയുടെ ഡ്രസ്സിനോട് കമ്പല്ല എന്നാണ് അർത്ഥം. അപ്പം മനസ്സിലാക്കാം നിങ്ങളുടെ വിഡിത്തം എത്ര ഉള്ളതുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഫാത്തിങ്ങനെ നിന്നിട്ടോ അതിന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ണീശോനെ കൊണ്ടുവരണില്ല. ചിലപ്പോൾ ഉണ്ണീശോനെ കൊണ്ടുവന്നുണ്ടോ, അതേ ഉണ്ണീശോ അവിടെ 30 വർഷം കഴിഞ്ഞിട്ടോ അവിടെ 30 വർഷം വളർച്ചയില്ലാത്തതുകൊണ്ട് പ്രതിമകൾക്ക് വളർച്ച ഉണ്ടാവും, ജീവനില്ലാത്ത പ്രതിമയ്ക്ക്. അതാണ് അവിടെയും കാണിക്കണം. ഇല്ലാത്ത ശോഷിച്ച ഹിന്ദുസിൻ്റെയും ശോഷിച്ച റോമൻ കാത്തലിക്സിൻ്റെയും വിവരമുള്ളവർ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് തെറ്റും കുറ്റവും ശോഷിച്ച വാക്കുകൾ പറഞ്ഞത് നിങ്ങൾ ശോഷിച്ച അവസ്ഥ പറഞ്ഞ് ആയിരുന്നു കുട്ടി വേണം. കുണിയും കുമ്മുട്ടിയും എന്നത് പറയില്ല. ഇവർ അതിന് ഇതന്നെ കാണിച്ച് വെഡിത്തം കാണിച്ച് പ്രൂഫ് കാണിച്ച് വെഡി ക്യാമറയുടെ മുന്നിൽ കാണിച്ച് ആയിരുന്നു കുട്ടി ചത്തുണ്ട് വളിഞ്ഞ മോന്തയും വെച്ചിട്ട്. അത് പൂക്കൾ വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ ഒരു ഫോട്ടോ ശ്രദ്ധിച്ച് നോക്കി അവരുടെ മോന്ത, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി യൂട്യൂബിൽ. അപ്പോൾ മണിയൊക്കെ ആയിരുന്നു കുട്ടി സമയത്തിന് ചത്തതൊക്കെ പറയാം. അപ്പോൾ ഈ അവിടെ ഇസ്രായേൽ ഡ്രസ്സ് കുറച്ച് ഉയരം കൂടിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഉയരം കൂടിയതാണെന്ന് അറിയില്ല, ഷോളൊക്കെ ധരിച്ച്. ഇനി നിങ്ങൾ പറയും കേരളത്തിൽ വരുമ്പോൾ മറിയം കള്ളിമുണ്ടും ബ്ലൗസ് ഇട്ടിട്ട് തോർത്തുമുണ്ട് കഴുത്തിൽ ചുറ്റി അല്ലെങ്കിൽ തലയിൽ ചുറ്റി വരണം. ഇങ്ങനെയൊക്കെ പറയണം. ഇങ്ങനെ വരും. ചിലപ്പോൾ സ്കേർട്ടും ജീൻസ് ഇട്ടിട്ട് വരും. അങ്ങനെ വരും. പാതിരികളാണല്ലോ, ആവശ്യമില്ലാത്ത ബൈബിൾ പറയും ഇനി പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ ആ പാതിരികൾ എടുത്ത് വെച്ചാണ് വില ഇല്ലാണ്ട് അർപ്പിക്കണം എന്ന് റിപ്പീറ്റ് ചെയ്യണം അവർ. അപ്പോൾ ഇവർ ഇതല്ല അതും പറയും. ജീൻസ് ഇട്ടിട്ട് ലെഹങ്ക ഇട്ടിട്ട് വരും എന്ന് പറയും. ലെഹങ്കയോട് ഭയങ്കര കമ്പാണ്. ഇപ്പോൾ സാരി സ്വർണ്ണ സാരിയൊക്കെ വേളാങ്കണ്ണിട്ടൊക്കെ പോയി
ഇനിയിപ്പോൾ ലെഹങ്ക ഇട്ടിട്ട് വരണമെന്ന് പറയും. അങ്ങനെയൊക്കെ വരും. നിങ്ങളിപ്പോൾ വിഡ്ഢികളുടെ ഒരു കൂട്ടാണല്ലോ, വിഡ്ഢികളുടെ കൂമ്പാരം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിച്ച ഇരന്നുകൂട്ടി വാങ്ങൽ കുറേ കുറയും. നിങ്ങളാക്കിയിട്ട് ഇരന്നുകൂട്ടി വാങ്ങണം. ഞാൻ പറഞ്ഞത് പറയാൻ യേശുവ പറഞ്ഞ വിഡ്ഢിത്തം മൊത്തം ചെയ്ത് കൂട്ടണമെന്ന്. ഇവരില്ലാണ്ട് ജീവനകത്ത് വിഗ്രഹവും വിലയില്ലാണ്ട് ട്രിപ്പിലും കുറേ മധ്യസ്ഥന്മാരും അതിലൊക്കെ ചെയ്യണമെന്ന്, സ്ത്രീകളെ ആരാധിക്കില്ല എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. മറിയാൻ വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങളുടെ വിഡ്ഢിത്തം എത്രത്തോളം ഉണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഇരന്നുകൂട്ടി വാങ്ങും. അപ്പോൾ അങ്ങനെ 2023 17 ഞാൻ രാജസ്ഥാനിൽ പറഞ്ഞപ്പോഴും 2023 17-10-7 എന്ന രീതിയിൽ 7-10 എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. 10%-17 അവിടെ ഇസ്രായേൽ വാറും ഇറ്റലി ഫ്ലഡ്സും സ്പെയിൻ ഫ്ലഡ്സും ലിബിയ ഫ്ലഡ്സും ഡാം പൊട്ടി തകരലും 2023 ഉണ്ടായ രാജസ്ഥാനിൽ പോയി വന്നിട്ട് അത് പറയാം. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സിറിലിൻ്റെ കാര്യം പറയും. സെലക്ഷൻ ശരിയാവാത്തവരുടെ റോമൻ കാത്തലിക്സ് നിമ്മി GB സെലക്ഷൻ ശരിയാവാത്തത് എന്താ? സിറിലിനെ മാർച്ച് 6 ജനിച്ച നിമ്മിനെ സെലക്ട് ചെയ്ത മണി ആ സമയത്ത് തന്നെ ഞാൻ ഛത്തീസ്ഗഡ് റോമിയോനെ സംസാരിച്ച അബുദാബിക്ക് അവർ പോയിട്ട് മാർച്ച് 6 തന്നെ മണിയായിരുന്നു കൂട്ടി ചത്തു. നിമ്മി തന്നെ അവരുടെ ഭാര്യയുടെ പേര്. അപ്പോൾ ആ രീതിയിൽ നടക്കണ രീതി തന്നെ കാണിക്കണം. ഇവരുടെ വീട്ടിൽ ഞാലക്കോട് ചാലക്കുടിക്ക് അടുത്ത് ഈ തൃശ്ശൂർ അടാട്ടും ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുമ്പോൾ ഈ ചാലക്കുടി അവിടെ എറണാകുളത്ത് അടുത്തിരിക്കണ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ അവിടെ നാണാവില്ല. അത് തൃശ്ശൂരായിട്ട് ഒരു കണക്ഷനില്ലല്ലോ. അവരവിടുത്തെ രീതിയിൽ എറണാകുളത്തിനടുത്ത് അവിടേക്കാണ് പോവുക. അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. മനസ്സിലാക്കാൻ പഠിക്കുക. അടുത്ത അവിടെയാണ്. ഇവിടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അടുത്ത അടാട്ട് അതിന് കുറച്ച് മണ്ണുത്തിനെ ഞാൻ നോക്കില്ല. ഇപ്പോൾ കൂമ്പളൂർ ബാംഗ്ലൂർ വരുന്ന വഴി അവിടെ ബസ് ഇറങ്ങുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. മണ്ണുത്തി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ നിന്ന് നീങ്ങിയിട്ട് ഈ ഭാഗം അടാട്ട് അല്ലെങ്കിൽ വെസ്റ്റൂർ കാഞ്ഞാണി അതൊക്കെ 2013-2012 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ എടുത്തതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അപ്പോൾ കണ്ട കാര്യങ്ങളും അവിടുത്തെ കണിമംഗലം അവിടുത്തെ അടുത്തടുത്തുള്ള നോക്ക്. അതെന്തൊരു വിലപ്പെട്ട അവിടെ ഇവിടെ 3 കിലോമീറ്റർ അകലെ കിടക്കുമ്പോൾ നിങ്ങൾ വേറെ വിഡ്ഢികളെ അതൊക്കെ ഫേക്ക് നെയിമാണ് അതിൻ്റെ. ദീപിക 5 ജാനുവരി 2 ജൂൺ 2 നവംബർ ഇതൊക്കെ ഫേക്ക് ബർത്ത് ഡേറ്റാണ്. ഷൂർഖാൻ എന്നല്ല എൻ്റെ പേര് ശരിക്കും, അല്ലെങ്കിൽ മണി എന്നല്ല എൻ്റെ പേര്. എൻ്റെ തന്തേനെ കണ്ട തന്തൊരു മെലിഞ്ഞിട്ട് ഉയരം കുറഞ്ഞിട്ട് മണിയുടെ ഒരു മെലിഞ്ഞിട്ട് വെളുത്തിട്ട് ഇത് കറുത്തിട്ട് എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു വ്യത്യാസ രൂപമാണ്. അവരുടെ പേര് അങ്ങനെയല്ല, പേരുണ്ടാക്കി വെച്ചതെന്താണ്. അവരുടെ ബർത്ത് ഡേറ്റ് ഹിന്ദുസ് മാറ്റി എങ്ങനെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ആ 2 ജൂണാക്കി മാറ്റുന്നതാണ്. അതൊരു 5 ജാനുവരി ആക്കി മാറ്റുന്നതാണ്. സിനിമ പർപ്പസസിന് വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി 2 നവംബർ ആക്കി മാറ്റുന്നതാണ്. അത് മനസ്സിലാക്കിയാൽ അവരുടെ ബർത്ത് ഡേറ്റ് അന്ന് ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്തപ്പോൾ അവരുടെ മുസ്ലിം ബർത്ത് ഡേറ്റ് വേറെ എന്തോ ആണ്. അപ്പോൾ 2 നവംബർ ആക്കി മാറ്റുന്നതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി 1988 കഴിഞ്ഞിട്ട് അതൊക്കെ എത്ര വയസ്സായ എവിടെയോ പ്രാചീനം എവിടെയോ നടന്നവരാണ്. 1988 തൊട്ടുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അത് പറഞ്ഞു. ഇനി ഞാനൊരു ഹിസ്റ്ററിക്ക് കിടക്കും. ഞാൻ അധികം ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു യേശുവ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ എന്താ ഞാൻ പറയാം, കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തത്തിൽ നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ അല്ലാണ്ട് കൂർക്കം വലിച്ച് ഉറങ്ങിയെടുക്കുമ്പോൾ രാത്രി 12 മണിക്ക് വരുന്ന കാര്യമല്ല പറഞ്ഞു. അതാണ് നിങ്ങൾ വിഡ്ഢിത്തത്തിൽ പാതിരികൾ പറഞ്ഞ് ആവശ്യമില്ല റിപ്പീറ്റഡ് സാക്രിഫൈസ് വിലയില്ലാണ്ട് ചെയ്യണം. വിലയിലൂടെ ചെയ്തത് മധ്യസ്ഥന്മാരും വിലയില്ലാണ്ട് ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിച്ച് സ്ത്രീകളെ ആരാധിച്ച്. അപ്പോൾ അതിലെന്താ പറയണം ഞാൻ പറഞ്ഞത്, കള്ളനെ പോലെ വരും എന്ന് പറയും. കാണാതെ ഇരുന്നിട്ടില്ല. എനിക്ക് ക്യാമറയുടെ ആവശ്യം വീട്ടിൽ ക്യാമറയുടെ ആവശ്യമില്ല. ഉണ്ടെങ്കിലും ഉണ്ടാണ്ടിരിക്കും. അപ്പോൾ പറയും വീട്ടിൽ കാണാതെ ഇരുന്നിട്ടില്ല, കണ്ണ് കാണാതെ ഇരുന്നിട്ടില്ല, നാവ് അറിയാതെ ഇരുന്നിട്ടില്ല, പറയാതെ ഇരുന്നിട്ടില്ല. പക്ഷെ ജീവനില്ലാത്തത് നാവുകൊണ്ട് അവരുടെ ശോഷിച്ചാവസ്ഥ കാണിച്ച് അവർ തന്നെ അത് അവഗണിച്ച് കളഞ്ഞ് വിഡ്ഢിത്തത്തിൽ മുഴുകി ഇല്ലാണ്ടാവാണ്. അപ്പോൾ നല്ല രീതിയിൽ പറയണ്ട. വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ യെല്ലോ ആണോ എന്നറിയില്ല. ഒരു സമയത്ത് വരും. ഒരു മ്യൂസിക്കിനനുസരിച്ചായിക്കോട്ടെ, ഒരു വിഷയനുസരിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ അനുസരിച്ചായിക്കോട്ടെ, ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഹിസ്റ്ററി ഇപ്പോൾ 1988 തൊട്ട് 2888 തൊട്ട് ഇങ്ങനെ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് 26 എന്ന കാൽക്കുലേഷൻ വരും. ന്യൂമറോളജി തന്നെ അത്. നിങ്ങൾക്ക് ഭയങ്കര ന്യൂമറോളജി കാൽക്കുലേഷൻ അല്ലേ, കോമൺ സെൻസ്. പക്ഷേ ഞങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലാത്തവരൊന്നും റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 1989 കഴിഞ്ഞ് 1990 തൊട്ട് 2000 വരെ, പിന്നെ അത് കഴിഞ്ഞ് 2005 2006 കഴിഞ്ഞ് 2010 2013 കഴിഞ്ഞ് 2017 വരെ, അങ്ങനെ ഉള്ളത് 2025 വരെ പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു
കളഞ്ഞവർ പറഞ്ഞ മറിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ഇപ്പോൾ റാണി എന്ന് പറഞ്ഞ മണമുള്ള കൊന്ത, അതെനിക്ക് വിശ്വാസമില്ല. വെച്ചാൽ റോസ്ലി കൂട്ടുകാരി വരാക്കാരിയുള്ളത് അതിന് കൊടുക്കും. വേളാങ്കണ്ണിയിൽ വേറെ ടൂറിസ്റ്റ്സ് ഒന്നും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് വന്നതെന്ന്, വേറെ ആരും കണ്ടില്ല. അപ്പം അപ്പോൾ വേളാങ്കണ്ണിയിൽ വരുന്നുണ്ട് മറിയം ഫുൾ ഇസ്രായേൽ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഉയരത്തിൽ. അപ്പോൾ വേളാങ്കണ്ണി പട്ടുസാരി കിട്ടിയില്ല എന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോരോ ചെകുത്താൻ വെട്ടിത്തരം കൃത്രിമം ജീവനകത്ത് പ്രതിഭനെ ആരാധിക്കാൻ വേണ്ടി ഒരു കൃത്രിമത കാണിക്കുന്നതൊക്കെ ചെകുത്താൻ വെട്ടിത്തരാ ഞാൻ ഇപ്പോഴും പറയണം. എന്നാൽ കറക്റ്റായിരിക്കും പറയണത്. അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വീഡിയോസൊക്കെ അപ്പം സ്വീകരിക്കുമ്പോൾ ചോര, അതൊക്കെ വെറും കൃത്രിമമുള്ള കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പെടും. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പാതിരികളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വിലയാണ്ട് റിപ്പീറ്റ് ചെയ്ത് വിലയാണ്ടാക്കി അത് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പെട്ടുപോകും. അത് മാറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു മരുന്ന് കുട്ടി വാങ്ങലിൻ്റെ അങ്ങേയറ്റെത്തും, എല്ലാം തീരേണ്ട സമയത്തും. അത് ഞാൻ പറയും, അത്ര തന്നെ.